നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ശേഷമുള്ള സാഹചര്യം വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ഇസ്രായേൽ അംബാസിഡർ റൂവൻ അസർ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. അതിർത്തി കടന്നുള്ള ഭീകരതയെ ചെറുക്കുന്നതിൽ ഇസ്രായേലിന്റെ പിന്തുണ അറിയിച്ചു. ജമ്മു കശ്മീർ പോലീസിന്റെ പ്രത്യേക സംഘം തെരച്ചിൽ നടത്തുകയാണ്. പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരെ കണ്ടെന്ന പ്രദേശവാസിയായ സ്ത്രീ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. ശ്രീനാഥ് ചന്ദ്രനുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, പഹൽഗാമിലെ ആക്രമണത്തിന് പിന്നാലെ അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റ ശ്രമമുണ്ടായി. അതൊക്കെ സേന ചെറുത്തതാണ്. ഇന്ന് ലഷ്കർ ഭീകരനെ വധിക്കുകയും ചെയ്തു. കറ്റുവിൽ നിന്ന് വരുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത കുറ്റവാളികളെ, ഭീകരരെ എത്രയും പെട്ടെന്ന് പിടികൂടേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. അവർ ഇനി രക്ഷപ്പെട്ട് നിന്നുകൂടാ. അതുകൊണ്ട് അവരെ പിടികൂടാനുള്ള തെരച്ചിൽ വ്യാപകമായി നടക്കുന്നു. അതിലൊരു ലീഡ് ഇന്നിപ്പോൾ വൈകിട്ട് ലഭിച്ചിരിക്കുന്നത് ഈ ആക്രമണത്തിൽ പങ്കെടുത്ത 7 പേരിൽ 4 പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അവർ 4 പേരെയും കണ്ടു എന്നൊരു സ്ത്രീ മൊഴി നൽകിയതാണ്. കത്വയിൽ നിന്നാണ്, ജമ്മു കാശ്മീരിലെ കത്വയിൽ നിന്നാണ് ഇങ്ങനൊരു വിവരം സേനയ്ക്ക് കിട്ടുന്നത്. CRPFിന്റെയും മറ്റും സംഘങ്ങളാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. കത്വയിൽ വ്യാപകമായ തെരച്ചിൽ നടത്തുന്നു എന്നതാണ് മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രാദേശിക മാധ്യമങ്ങളടക്കം കാണുന്നത്. കത്വയിൽ മാത്രമല്ല, ഉദ്ധംപൂരിൽ നടക്കുന്നുണ്ട്. രജൌരി, പൂഞ്ച് മേഖലകളിലും ഇപ്പോൾ വ്യാപകമായ തെരച്ചിൽ നടത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന്, ഇനിയും സമയം വൈകും തോറും അത് നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ ഈ ഭീകരവിരുദ്ധ പ്രവർത്തനത്തിലൊക്കെ തന്നെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരെ പിടികൂടുക എന്നതാണ് ഇപ്പോൾ ഇന്ത്യൻ സുരക്ഷാ സേന ആലോചിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളാണ് ആ തരത്തിൽ അവിടെ നടക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയിരിക്കുന്നു. ആ കരാർ ഇപ്പോൾ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. ഇനി മുന്നോട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നത് ആലോചിക്കാൻ വേണ്ടി ഇപ്പോൾ അമിത്ഷായുടെ നേതൃത്വത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇപ്പോൾ ഒരു യോഗം ചേരുന്നു. ജലവകുപ്പ് മന്ത്രി CR പാട്ടീൽ, ഒപ്പം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കമുള്ളവർ ഈ യോഗത്തിലേക്ക് പങ്കെടുക്കുന്നുമുണ്ട്. അജിത് ഡോവലിന്റെ കൂടി ഉപദേശം ഈ കാര്യങ്ങളിൽ ലഭിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹവും ആ ബ്ലോക്കിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമുക്കറിയാം, പാകിസ്ഥാൻ ഇങ്ങനെ ജലം തടഞ്ഞാൽ ഞങ്ങൾ ഒരു യുദ്ധമായി അതിനെ കാണുമെന്നും ആ തരത്തിൽ ഞങ്ങളൊരു പ്രതികരണം നടത്തുമെന്നൊക്കെ ഇന്നലെ മുന്നറിയിപ്പ് നൽകിയതാണ്. അങ്ങനെയെങ്കിൽ അത്തരം സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണം എന്നത് കൂടി ഇന്ത്യ ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നുണ്ട്. ഒപ്പം തടഞ്ഞു നിർത്തുന്ന വെള്ളം, പിന്നീട് ഇന്ത്യ അധികമായി ലഭിക്കുന്ന വെള്ളം എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നമുക്കറിയാം, കനാൽ അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ നേരത്തെ തന്നെ നമ്മൾ ഉറപ്പാക്കിയതാണ്. അതിനപ്പുറത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കൂടി ഇപ്പോൾ ആലോചിക്കുകയാണ്. ഏതായാലും ആ നിർണായകമായ യോഗം ഒരു വശത്ത് നടക്കുന്നുമുണ്ട്. ഒപ്പം തന്നെ ഈ നമ്മുടെ ഒരു ജവാൻ, ഇപ്പോഴും BSF ജവാൻ ഇപ്പോഴും പാകിസ്ഥാന്റെ കൈവശമാണുള്ളത്. അദ്ദേഹം പഞ്ചാബിൽ അതിർത്തിയിൽ നിന്ന് ഒരല്പം അകത്തേക്ക് പോയി എന്ന് പറഞ്ഞ് അതിർത്തി മറികടന്നു എന്ന് പറഞ്ഞാണ് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി. ഇപ്പോൾ 48 മണിക്കൂർ കഴിയുന്നു. അദ്ദേഹത്തിന്റെ കുടുംബമടക്കം ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് എന്ത് വില കൊടുത്തും അദ്ദേഹത്തെ തിരികെ എത്തിക്കണം, അദ്ദേഹത്തിന്റെ ജീവൻ ഭീഷണിയാണ് എന്ന് അറിയിച്ചതാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇനിയിപ്പോൾ ഒരു അനുനയം എന്നുള്ള തരത്തിൽ ഒന്നും പ്രതികരിക്കാതെ പാകിസ്ഥാനോട് നിർബന്ധപൂർവ്വം അദ്ദേഹത്തെ തിരികെ എത്തിച്ചില്ലെങ്കിൽ കനത്ത പ്രഹരം നേരിടേണ്ടി വരുമെന്ന് ഔദ്യോഗികമായി തന്നെ അറിയിക്കാൻ പോകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2019 അഭിനന്ദൻ വർദ്ധമാനെ തിരികെ എത്തിക്കുന്നതിലും അത്തരത്തിൽ ശക്തമായ ഒരു നിലപാട് നമ്മൾ സ്വീകരിച്ചാണ്. ഒരു യുദ്ധത്തിലേക്ക് തന്നെ ഞങ്ങൾ പോകുമെന്നൊരു മുന്നറിയിപ്പ് നൽകിയപ്പോഴാണ് അന്നത്തെ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയും അന്നത്തെ അവരുടെ കരസേനാ മേധാവിയും ഒക്കെ കൂടിയാലോചിച്ച ശേഷം അഭിനന്ദൻ വർദ്ധമാനെ തിരികെ ഏൽപ്പിച്ചത്. അത്തരമൊരു ശക്തമായ നിലപാട് കൂടി ഇന്ത്യ സ്വീകരിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. അങ്ങനെ ഇരു രാജ്യങ്ങൾക്കിടയിലെ സംഘർഷം പല കാര്യങ്ങൾ കൊണ്ട് കൂടുതൽ രൂക്ഷമായി മാറുകയാണ് ഇപ്പോൾ. പ്രജിൻ. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും കത്വയിൽ ഈ ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തെന്ന് സംശയിക്കുന്ന ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് കൂടുതൽ തിരിച്ചടിക്കൊരുങ്ങി ഇന്ത്യ. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാർ കൂടി മരവിപ്പിക്കാനാണ് നീക്കം. ഇന്ത്യയിൽ കഴിയുന്ന പാക് പൗരന്മാരെ കണ്ടെത്തി തിരിച്ചയക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി. ഭീകരാക്രമണത്തിന് പിന്നിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള തന്ത്രമാണെന്നും രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയും ജമ്മു കാശ്മീരിൽ പാക് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത്. വെടിനിർത്തൽ കരാർ റദ്ദാക്കി പാകിസ്ഥാനെതിരെ സൈനിക നീക്കം കൂടി നടത്തിയേക്കും. വിസ കാലാവധി വെട്ടിച്ചുരുക്കിയതിന് പിന്നാലെ പാക് പൗരന്മാരെ രാജ്യത്ത് നിന്ന് തിരിച്ചയക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യത്ത് തുടരുന്ന പാക് പൗരന്മാരുടെ വിവരങ്ങൾ ശേഖരിക്കാനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി. കാശ്മീരികളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് मुख्यमंत्री ओमर अब्दुल्ला। जम्मू कश्मीर के बाहर जो कश्मीरी हमारे, चाहे वो स्टूडेंट्स हों, ट्रेडर्स हों या और कोई हों,
उनकी सुरक्षा के लिए, उनकी सिक्योरिटी और सेफ्टी के लिए वो कदम और इकदाम उठाए जाएंगे। ചിലർ കാശ്മീരിൽ ജനങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിതെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. Every single Indian stands united, stands together so that we can defeat what the terrorists were trying to do. ജമ്മു കാശ്മീരിലെത്തിയ രാഹുൽ ഗാന്ധി ഭീകരാക്രമണത്തിൽ പരിക്കേറ്റവരെ സന്ദർശിച്ചു. വിനീത VG 24 ഡൽഹി. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ 2 കശ്മീർ ഭീകരരുടെ വീടുകൾ സ്ഫോടനത്തിലൂടെ തകർത്ത് സുരക്ഷാ സേനയും പ്രാദേശിക ഭരണകൂടവും. തെറ്റു ചെയ്തെങ്കിൽ കനത്ത ശിക്ഷ നൽകണമെന്ന് ഭീകരരായ ആദിൽ ഹുസൈൻ തോക്കറിന്റെയും ആസിഫ് ഷെയ്ഖിന്റെയും കുടുംബങ്ങൾ പറഞ്ഞു. ത്രാലിലെയും ബിജ്ബഹാരയിലെയും ഭീകരരുടെ വീടുകളിലെത്തിയ 24 സംഘത്തോടാണ് ഈ പ്രതികരണങ്ങൾ. രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുള്ളതായി തെളിവ് ലഭിച്ച ഭീകരർക്കായുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുന്നതിനിടെയാണ് പ്രാദേശിക ഭീകരർക്കെതിരെ കടുത്ത നടപടി. ഇരുവരുടെയും വീടുകൾ സ്ഫോടക വസ്തു ഉപയോഗിച്ച് തകർത്തു. ത്രാലിലെ മഗ്മയിലുള്ള ആദിൽ ഷെയ്ഖിന്റെ വീട്ടിൽ ഇന്നലെ രാത്രി 10:30 പ്രാദേശിക ഭരണകൂടമടങ്ങുന്ന സംഘം എത്തിയത്. വീടിന്റെ പകുതിയോളം തകർത്തു. പാകിസ്ഥാനിൽ പോയി പരിശീലനം നേടിയ ആസിഫ് നേരത്തെ മുതൽ ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു. 3 വർഷമായി ആസിഫുമായി ഒരു ബന്ധവുമില്ലെന്നും പഹൽഗാം ആക്രമണത്തിൽ പങ്കുണ്ടെങ്കിൽ പിടികൂടി ശിക്ഷിക്കണമെന്നും സഹോദരി ആസിഫ. अगर आते तो वो यहीं पे उनको पकड़ते. अगर हमने कोई इलीगल काम किया होता 3 सालों से, हम भी तो जेल में होते, हम भी तो वहाँ पे थाने में बंद होते. അനന്ത്നാഗിലെ ബിജ്ബെഹാരിക്ക് സമീപം ഗൂരിയിലുള്ള ഭീകരൻ ആദിൽ ഹുസൈൻ തോക്കറിന്റെ വീട്ടിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ച ശേഷമാണ് വീട് തകർത്തത്. പഹൽഗാം ആക്രമണത്തിൽ ആദിലിന് പങ്കുണ്ടെങ്കിൽ തക്കതായ ശിക്ഷ നൽകണമെന്ന മാതാവ് ഷഹസാദ. ആക്രമണത്തിന് പിന്നാലെ ആദിലിന്റെ പിതാവിനെയും 2 സഹോദരന്മാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പാകിസ്ഥാനിൽ നിന്നും 7 വർഷത്തോളം ലഷ്കർ പരിശീലനം നേടിയ ആദിൽ കഴിഞ്ഞ വർഷം ഇന്ത്യയിലെത്തിയതായി ഏജൻസികൾക്ക് വിവരമുണ്ട്. 2018 ശേഷം ആദിലിന് വീടുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. എന്നാൽ അതിനുശേഷം ആദിൽ പാകിസ്ഥാനിലേക്ക് പോയി പരിശീലനം സിദ്ധിച്ച് മടങ്ങിയെത്തിയെന്നും ഭീകരർക്ക് വഴികാട്ടിയാകുന്നത് ആദിൽ ആണ് എന്നുമാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് വീട് തകർക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് അധികൃതർ കടന്നിരിക്കുന്നതും. അനന്ത്നാഗിലെ ഗുരിയിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. CPI മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ കുടുംബത്തെ പൊതുയോഗത്തിലേക്ക് ക്ഷണിക്കാത്തതിൽ വീഴ്ച പറ്റിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ദേശീയ കൗൺസിലിന്റെ ഭാഗമായി ചേർന്ന പൊതുയോഗത്തിൽ തങ്ങളെ ക്ഷണിച്ചില്ലെന്ന കാനം രാജേന്ദ്രന്റെ മകൻ സന്ദീപിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. കാനം രാജേന്ദ്രന്റെ കുടുംബത്തോട് ക്ഷമാപണം നടത്തിയതായും ബിനോയ് വിശ്വം 24 പറഞ്ഞു. ആർ ശ്രീജിത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഇതൊരു വലിയ വിവാദത്തിലേക്ക് ഈ സോഷ്യൽ മീഡിയ ചർച്ചകളൊക്കെ ഇനി അങ്ങനെ മുന്നോട്ട് പോകാതിരിക്കാൻ സംസ്ഥാന സെക്രട്ടറി ഇടപെടുകയാണോ? ഈ കുടുംബത്തിന്റെ പരാതിയിൽ അവരെ കാര്യങ്ങൾ ബോധിപ്പിച്ചോ? ഗോകുൽ, കാനം രാജേന്ദ്രന്റെ മകന്റെ പരാതി ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രശ്നത്തിൽ ഇടപെട്ടു. കാരണം കാനം പാർട്ടി പ്രവർത്തകർക്ക് ഒരു വൈകാരികമായ അടുപ്പമുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ കാനത്തിന്റെ കുടുംബത്തെ അവഗണിച്ചു എന്ന വിവരം പാർട്ടിക്കകത്ത് വലിയ ചർച്ചയായിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് ബിനോയ് വിശ്വം ഇടപെട്ടിരിക്കുന്നത്. കാനത്തിന്റെ കുടുംബത്തെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നതിൽ വീഴ്ചയുണ്ടായി എന്ന് ബിനോയ് വിശ്വം തുറന്ന് സമ്മതിക്കുകയാണ്. സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവുമാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കേണ്ടവരെ വിളിക്കാനുള്ള പട്ടിക തയ്യാറാക്കുകയും ക്ഷണപത്രം നൽകുകയും ചെയ്തത്. എന്നാൽ ജില്ലാ നേതൃത്വം കരുതി സംസ്ഥാന നേതൃത്വം ക്ഷണിച്ചു കാണുമെന്ന്, സംസ്ഥാന നേതൃത്വം കരുതി ജില്ലാ നേതൃത്വം ക്ഷണിച്ചു. ഈ ഒരു ആശയക്കുഴപ്പമാണ് കാനത്തിൻ്റെ കുടുംബത്തെ ക്ഷണിക്കുന്നതിൽ വീഴ്ച ഉണ്ടാവാൻ കാരണം. എന്തായാലും വീഴ്ച ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അത് വീഴ്ച തന്നെയാണ്. കാനത്തിൻ്റെ മകനെ വിളിച്ച് ക്ഷമാപണം തെറ്റുപറ്റി ക്ഷമിക്കണം എന്ന് പറഞ്ഞു എന്നാണ് ബിനോയ് വിശ്വം ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഏറ്റവും മാതൃകാപരമായ ഒരു നടപടി ഇക്കാര്യത്തിൽ സ്വീകരിച്ചു എന്ന ഒരു വിശ്വാസമാണ് ഇപ്പോൾ CPI സംസ്ഥാന നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും കാനത്തിൻ്റെ കുടുംബത്തെ ക്ഷണിക്കുന്നതിൽ വീഴ്ചയുണ്ടായി, അത് കാനത്തിൻ്റെ കുടുംബം പറയുന്നതാണ് ശരിയെന്ന് പാർട്ടി തന്നെ സമ്മതിക്കുകയാണ്. ശ്രീജിത്ത്, ഇപ്പോൾ നേതൃനിരയിലുള്ള പല നേതാക്കളും ബിനോയ് വിശ്വം അടക്കം കാനത്തിന് പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ കാനത്തോടൊപ്പം വന്നവരാണ്. അവർക്കൊക്കെയും ഈ വീഴ്ച അത് ഒരു ക്ഷമാപണത്തിനപ്പുറം ഒരു സംഘടനാപരമായി ഇത് ആർക്ക് പറ്റിയ വീഴ്ചയാണ്, എവിടെയാണ് ഈ പാളിച്ച പറ്റിയെന്നൊക്കെ CPI സംഘടനാ സംവിധാനം അന്വേഷിക്കില്ലേ?
ഗോകുൽ, ഇപ്പോൾ തന്നെ ഈ വീഴ്ച എങ്ങനെയാണ് പറ്റിയതെന്ന കാര്യം CPI സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട്. ഈ പരിപാടിയുടെ സംഘാടകർ ജില്ലാ നേതൃത്വമായിരുന്നു, തിരുവനന്തപുരം ജില്ലാ കൗൺസിലായിരുന്നു. ജില്ലാ കൗൺസിലും സംസ്ഥാന കൗൺസിലിൻ്റെ നേതാക്കന്മാരുമാണ് ഈ ചടങ്ങിൽ ആദരിക്കേണ്ട കുടുംബങ്ങളെ ക്ഷണിക്കാനുള്ള പത്രിക നൽകുകയും അവരെ ക്ഷണിക്കുന്ന ജോലി ഏറ്റെടുക്കുകയും ചെയ്തത്. എന്നാൽ സംസ്ഥാന നേതൃത്വം കരുതി ജില്ലാ നേതൃത്വം തിരുവനന്തപുരത്ത് തന്നെയാണ് കാനത്തിൻ്റെ കുടുംബം താമസിക്കുന്നത്, കാനത്തിൻ്റെ കുടുംബത്തെ ക്ഷണിച്ചു കാണുമെന്ന്. സംസ്ഥാന നേതൃത്വം ക്ഷണിച്ചുവെന്ന് ജില്ലാ നേതൃത്വവും കരുതി. ഈ ഒരു ആശയക്കുഴപ്പമാണ് കാനത്തെ ക്ഷണിക്കുന്നതിലുണ്ടായ വീഴ്ചയുടെ പ്രധാനപ്പെട്ട കാരണമെന്നാണ് CPI ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും പാർട്ടിക്കകത്ത് ഗോൾ സൂചിപ്പിച്ച പോലെ ഇതൊരു വലിയ വൈകാരിക വിഷയമായി കത്തിപ്പടരുന്നുണ്ട്. കാരണം കാനത്തിന് ഏറെ പ്രിയപ്പെട്ട, കാനത്തോട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്നവരാണ് ഇപ്പോൾ നേതൃനിരയിലുള്ളത്. അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചത് അക്ഷന്തികമായ തെറ്റാണ് എന്ന തരത്തിലുള്ള വികാര പ്രകടനങ്ങൾ പാർട്ടിക്ക് അകത്തും പുറത്തുമൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനമായിരുന്നു കാനത്തിൻ്റെ മകൻ്റെ കമൻറ്റ്. ശരി, ആശ്രയിത്താണ് വിവരങ്ങൾ നൽകിയത്. ബിനോയ് വിശ്വൻ തന്നെ നമ്മളോട് പ്രതികരിച്ച് ഇക്കാര്യത്തിൽ ക്ഷമ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വീഴ്ച സമ്മതിക്കുകയാണ് CPI നേതൃത്വം. ഏതായാലും ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു. കാനം രാജേന്ദ്രൻ്റെ കുടുംബത്തെ ആ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ മറന്നുപോയി. അത് ആശയക്കുഴപ്പമാണെങ്കിലും വലിയ വീഴ്ച തന്നെയെന്ന് CPI നേതൃത്വം തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. ISRO മുൻ ചെയർമാൻ K. കസ്തൂരിരംഗൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 10:45 ബംഗളൂരുവിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. 1994 മുതൽ 2003 വരെ ISRO ചെയർമാനായിരുന്ന കസ്തൂരിരംഗന്റെ മേൽനോട്ടത്തിൽ ബഹിരാകാശ രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് ഇന്ത്യ നടത്തിയത്. രാജ്യസഭാംഗം, ആസൂത്രണ കമ്മീഷൻ അംഗം, ബഹിരാകാശ വകുപ്പ് സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചു. രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. ISROയെ മികവിന്റെ ആകാശങ്ങളിലേക്ക് ഉയർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് ഡോക്ടർ K. കസ്തൂരിരംഗൻ. ഇന്ത്യയുടെ യശസ് ലോകത്താകെ എത്തിച്ച നിരവധി പദ്ധതികൾക്ക് ചുക്കാൻ പിടിച്ചതും കസ്തൂരിരംഗനായിരുന്നു. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പരിണാമവുമായും വിജയവുമായും അടുത്ത് ബന്ധപ്പെട്ടു നിന്ന ജീവിതമായിരുന്നു ഡോക്ടർ കൃഷ്ണസ്വാമി കസ്തൂരിരംഗന്റേത്. നൂതനവും ചെലവ് കുറഞ്ഞതുമായ ബഹിരാകാശ ദൗത്യങ്ങളിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ പേരെടുത്തു തുടങ്ങിയ സമയത്താണ് ഡോക്ടർ കസ്തൂരിരംഗൻ ISROയിൽ ചേരുന്നത്. 1994 ISRO ചെയർമാനായി 2003 വരെ പദവിയിൽ തുടർന്നു. ആഗോളതലത്തിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ സ്ഥാനമുറപ്പിച്ച സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകി. ഇൻസാറ്റ് 2, ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങളായ IRS-1A, 1B എന്നീ ഉപഗ്രഹങ്ങളുടെ വികസനത്തിന് മേൽനോട്ടം വഹിച്ചു. ഭാസ്കര 1, ഭാസ്കര 2 എന്നീ ഭൗമനിരീക്ഷണ ഉപഗ്രഹങ്ങളുടെ പ്രോജക്ട് ഡയറക്ടറായിരുന്നു. PSLV, GSLV ലോഞ്ച് വെഹിക്കിളിന്റെ വിജയകരമായ വിക്ഷേപണങ്ങളും ചന്ദ്രയാൻ 1 പദ്ധതിയുടെ അടിത്തറ പാകിയതും കസ്തൂരിരംഗന്റെ കാലത്തായിരുന്നു. 2017-20 കാലഘട്ടത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായി. മാധവ് ഗാഡ്ഗിലിന്റെ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ എതിർപ്പുയർന്നപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിച്ച പുനഃപരിശോധനാ കമ്മീഷന്റെ തലപ്പത്തും കസ്തൂരിരംഗൻ എത്തി. 1940 CM കൃഷ്ണസ്വാമി അയ്യരുടെയും വിശാലാക്ഷിയുടെയും മകനായി എറണാകുളത്ത് ജനിച്ച കസ്തൂരിരംഗന്റെ പ്രാഥമിക വിദ്യാഭ്യാസം എറണാകുളം ശ്രീരാമവർമ്മ ഹൈസ്കൂളിലായിരുന്നു. അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ജോലി ചെയ്തുകൊണ്ട് എക്സ്പെരിമെന്റൽ ജ്യോതിശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ബിരുദം നേടിയ ശേഷമാണ് ISROയിൽ ചേരുന്നത്. 2003 മുതൽ 2009 വരെ രാജ്യസഭാ MP ആയി. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ബഹുമതികൾ നൽകി രാജ്യം ആദരിച്ചു. റിസർച്ച് ഡെസ്ക് 24. സംസ്ഥാനത്തെ IT പാർക്കുകളിൽ മദ്യം വിളമ്പാൻ അനുമതി. 10 ലക്ഷം രൂപയാണ് വാർഷിക ലൈസൻസ് ഫീസ്. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ലൈസൻസിന് അപേക്ഷിക്കാം. IT കമ്പനികളുടെ ഔദ്യോഗിക സന്ദർശകർക്കും അതിഥികൾക്കും മദ്യം വിൽക്കാം. പ്രതിപക്ഷ എതിർപ്പ് അവഗണിച്ചാണ് IT പാർക്കുകളിൽ മദ്യം വിളമ്പാൻ സർക്കാർ അനുമതി നൽകിയത്. ഒരു സ്ഥാപനത്തിന് ഒരു ലൈസൻസ് മാത്രമേ നൽകൂ. മദ്യശാലകൾ കമ്പനികളോട് ചേർന്ന് തന്നെയെങ്കിലും ഓഫീസുകളുമായി ബന്ധമുണ്ടാകില്ല. സ്ഥാപനത്തിലെ ഔദ്യോഗിക ജീവനക്കാർക്കും സന്ദർശകർക്കുമാണ് മദ്യം ലഭിക്കുക. പുറത്തുനിന്നുള്ള ആർക്കും മദ്യം നൽകരുതെന്നാണ് ചട്ടം. 10 ലക്ഷം രൂപയാണ് വാർഷിക ലൈസൻസ് ഫീ. സർക്കാർ നിശ്ചയിച്ച ദിവസങ്ങളിലും 1-ാം തീയതിയും മദ്യം നൽകരുത്. ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 12 വരെ പ്രവർത്തന സമയവും നിശ്ചയിച്ചാണ് സർക്കാർ ഉത്തരവ്. IT പാർക്കുകളിലെ മദ്യം വിളമ്പലിൽ പരാതികളുണ്ടെങ്കിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് തുല്യമായ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥന് നടപടിയെടുത്ത് പിഴയീടാക്കാമെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നു. 24 തിരുവനന്തപുരം. ഇതോടെ 24 പൂർണ്ണമാകുന്നു.